ഇപ്പം ഇറാന് നേരെ ആക്രമണം നടത്തിയ നെതന്യാഹു ഇന്ത്യയിൽ അപരത്വ നിർമ്മിതിയിലൂടെ ആസൂത്രിതമായ ആക്രമണങ്ങൾ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഏറ്റവും ഉത്തമനായ സുഹൃത്താണ്. ഇന്ത്യയെ ഒരു ഹിന്ദുരാഷ്ട്രമാക്കി മാറ്റാൻ RSSും നരേന്ദ്രമോദിയും പരിശ്രമിക്കുമ്പോൾ ഇസ്രയേലിനെ ഒരു ജൂതരാഷ്ട്രമാക്കാനുള്ള നിയമനിർമ്മിതിയും ചർച്ചകളും ഇസ്രയേലിലും നടക്കുകയുണ്ടായി. അതിൻ്റെ ചില ഘട്ടങ്ങൾ അവർ പൂർത്തിയാക്കുകയുണ്ടായി എന്നുള്ളത് നമ്മൾ കാണണം. സഹോദരൻ ചന്ദ്രൻപിള്ള ഞാനിവിടെ സംസാരിക്കുന്നതിനെ കുറിച്ച് ചില എന്നെ പ്രലോഭിപ്പിക്കുകയും വഴിതെറ്റിക്കുകയും ഒക്കെ ചെയ്യാൻ സാധ്യതയുള്ള ചില നിരീക്ഷണങ്ങൾ നടത്തി. ഇങ്ങനെ ലളിതമായി പറഞ്ഞാൽ ഇവിടെ ഇനി സംസാരിക്കാനുള്ള പല എൻ്റെ ബഹുമാനരായ സുഹൃത്തുക്കളുടെയും വാക്കുകൾ കേൾക്കാൻ നിങ്ങളെപ്പോലെ തന്നെ എനിക്കും താല്പര്യമുള്ളത് കൊണ്ട് ഞാൻ കൂടുതൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ ഞാൻ അവതരിപ്പിച്ചു വന്ന വാദങ്ങളുമായി എനിക്ക് വീണ്ടും വേണമെങ്കിൽ മുന്നോട്ട് പോകാം. പക്ഷെ അത് വളരെ അപകടകരമാണ്. അതിന് സമയം ഒരുപാട് എടുക്കേണ്ടി വരും. ഇവരെ ഇരുത്തിക്കൊണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ അതിഥികളെ ഇരുത്തിക്കൊണ്ട് അങ്ങനെ പോകുന്നില്ല. ഈ പുസ്തകത്തിൽ ഒരു ഭാഗം, ആ പുസ്തകത്തിലെ ഭാഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ രാജ്യത്ത് ഈ മതവും ജാതി വെറിയും എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ വിമാനത്താവളത്തെ മുൻനിർത്തിയുള്ള 2 ഉദാഹരണങ്ങൾ ഞാൻ പറയാം. ഒന്നിവിടെ മാന്യ സുഹൃത്ത് ആമുഖം പറയുമ്പോൾ സംസാരിച്ചു കഴിഞ്ഞു. ഈ ഇന്ന് യാത്ര ചെയ്യുന്നവരുടെ ഐഡന്റിറ്റി എല്ലാം സൂക്ഷ്മമായി മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. സുരക്ഷാപരമായ കാരണങ്ങളുണ്ട്. പക്ഷെ അത് ഉറപ്പാക്കാൻ ഒരാളിൻ്റെ പേരിൽ ഒരു അക്ഷരം തെറ്റിയാൽ അത് മനസ്സിലാക്കാൻ കഴിയാത്ത പ്രശ്നമില്ല. ഈ ഓരോരുത്തരുടെയും ടിക്കറ്റിൽ അവരുടെ ടെലിഫോൺ നമ്പറുണ്ട്. വിമാനം യാത്ര വൈകുകയാണെങ്കിൽ നമുക്ക് മെസ്സേജ് വരും. ഈ ദിവസങ്ങൾ ജമ്മു കാശ്മീരിൽ യാത്ര ചെയ്തിട്ടാണ് ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് വരുന്നത്. 2 ദിവസം അവിടെ ആയിരുന്നു. നിങ്ങൾ ചിലർ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ദേശാഭിമാനി വായിക്കുന്നവരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടാവും. അപ്പം അക്ഷരത്തിലൊരു വ്യത്യാസം ഉണ്ടെങ്കിൽ അതവിടെ വെച്ച് വ്യക്തത വരുത്താവുന്ന കാര്യമാണ്. നമ്മുടെ ഫോണിലേക്ക് മെസ്സേജ് അയച്ചിട്ട് നിങ്ങളത് കാണിക്കണം. ഈ ടിക്കറ്റ് യഥാർത്ഥത്തിൽ എടുത്ത ആളിൻ്റെ ടെലിഫോൺ നമ്പർ ഞങ്ങളുടെ കയ്യിലുണ്ട്, ഞങ്ങളൊരു മെസ്സേജ് അയക്കുന്നു, അത് നിങ്ങളുടെ ഫോണിലുണ്ടെങ്കിൽ കാണിച്ചാൽ മതി, അത് കടന്നു പോവാം. അപ്പോൾ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ എല്ലാവരും തുല്യരാണ്. എല്ലാവർക്കും യാത്ര ചെയ്യുമ്പോൾ അവർക്ക് സുരക്ഷയുമായി ബന്ധപ്പെട്ട് നടത്തേണ്ട പരിശോധനകളിൽ എല്ലാവർക്കും പൊതുവിൽ ഒന്നുണ്ട്. എന്നാൽ ചിലർക്ക് അത്രയും പോരാ. അനിമൽ ഫാമിൽ ആൾ ആർ ഈക്വൽ ബട്ട് someone is more equal, some are more equal than others എന്നോ മറ്റോ ഓർവൽ എഴുതിയിട്ടുള്ളത് പോലെ ഇന്ത്യയിൽ എല്ലാവർക്കും തുല്യ അവകാശങ്ങളുണ്ട്. പക്ഷെ ചിലർക്ക് അവകാശം ഒരല്പം കുറവാണ്. ആ കുറവ് ഇവിടെ സംഭവിച്ചിരിക്കുന്നു. അത് യാദൃച്ഛികമായിട്ടല്ല. എൻ്റെ വേറൊരു സുഹൃത്തിൻ്റെ അനുഭവം കൂടെ വിമാനത്താവളത്തിൽ വെച്ചുള്ള സുഹൃത്താണ്. അദ്ദേഹം ബോർഡിംഗ് പാസ് എടുക്കാൻ വേണ്ടി ചെക്ക് ഇൻ കൗണ്ടറിൽ ചെന്നിട്ട് പറഞ്ഞപ്പോൾ നോ ഞങ്ങൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞു, നമുക്ക് പോകാൻ പറ്റില്ല. അദ്ദേഹം വീണ്ടും വാദിച്ചുകൊണ്ടിരുന്നു. പ്ലീസ് എനിക്ക് അത്യാവശ്യമുണ്ട് എന്നല്ല പറഞ്ഞു. അപ്പോൾ അയാൾ ടിക്കറ്റ് എടുത്തു. ഓ ആപ് ദേശ്പാണ്ഡെ ഹേ, ठीक है. കാര്യം ഈ ടിക്കറ്റ് കൗണ്ടറിൽ ഇരിക്കുന്ന ആൾ ഒരു ദേശ്പാണ്ഡെയാണ്. ദേശ്പാണ്ഡെ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണനാണ്. ഇത് സഖാവാണ് കേട്ടോ. ബ്രാഹ്മണന്മാർക്ക് സഖാക്കളാകാം, കുഴപ്പമില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞു, വാട്ട് ഈസ് ദ സിറ്റുവേഷൻ ഇൻ അവർ കൺട്രി?